അങ്ങേകുന്നതെല്ലാം വേണമപ്പാ, അങ്ങേകാത്തതൊന്നും വേണ്ടപ്പ. അങ്ങേകുന്നതെല്ലാം വേണമപ്പാ, അങ്ങേകാത്തതൊന്നും വേണ്ടപ്പ. യേശുവേ യേശുവേ യേശുവേ, അങ്ങേ സ്നേഹിക്കുന്നേ. യേശുവേ യേശുവേ യേശുവേ, അങ്ങേ സ്നേഹിക്കുന്നേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന വചനം 144 സങ്കീർത്തനം അതിൻ്റെ 15 വാക്യമാണ്. ഈ സ്ഥിതിയിൽ ഇരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത് തന്നെ. ആമേൻ. ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്, യഹോവ ദൈവമായിരിക്കുന്ന ജനം ബ്ലെസ്ഡ് ആണ്. ഞാൻ ഇന്ന് ഈ വചനത്തിൽ നിന്ന് കർത്താവ് പറയുകയാണ്, ഒരു ഭാഗ്യമായിരിക്കുന്ന ഒരു ജനം. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, സമ്പത്ത് ഉള്ളതൊന്നുമല്ല ഭാഗ്യമെന്ന്. പക്ഷെ ഈ വചനത്തിൽ പറയുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതിങ്ങനെയാണ് പറയുന്നത്, ഞങ്ങളുടെ പുത്രന്മാർ ബാല്യത്തിൽ തഴച്ചു വളരുന്ന തൈ പോലെയും ഞങ്ങളുടെ പുത്രിമാർ അരമനയിൽ കൊത്തിയിരിക്കുന്ന കൊത്തുപണികൾ പോലെയും ഞങ്ങളുടെ കളപ്പുരകൾ വിവിധ ധാന്യം നൽകത്തക്കവണ്ണം നിറഞ്ഞിരിക്കുന്നതും ഞങ്ങളുടെ ആടുകൾ ഞങ്ങളുടെ പുൽപ്പുറങ്ങളിൽ 1000-ആയും 10,000-ആയും പെരുകിയിരിക്കുന്നതും ഞങ്ങളുടെ കാളകൾ ചുമട് ചുമക്കുന്നതും മതിൽ തകർക്കുന്നതും പടയ്ക്ക് പുറപ്പെടുന്നതും ഞങ്ങളുടെ വീഥികളിൽ നിലവിളികൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥയിലിരിക്കുന്ന ജനം ഭാഗ്യമുള്ളത്. എന്ന് പറഞ്ഞാൽ എപ്പോഴും കടം, എപ്പോഴും ദാരിദ്ര്യം, എപ്പോഴും ഞെരുക്കം, എപ്പോഴും കുഞ്ഞുങ്ങളുടെ പ്രോബ്ലങ്ങൾ, ഇങ്ങനെയൊക്കെ കുഴഞ്ഞ് മറിഞ്ഞ് കിടക്കുന്ന ഒരു ജീവിതം ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമല്ല. പക്ഷെ ഇതെല്ലാം മാറ്റും ദൈവം. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ ചിലപ്പോൾ സാമ്പത്തികമായും മാനസികമായും കുടുംബത്തിനകത്തുമൊക്കെ പ്രശ്നങ്ങളിൽ തുടരുന്നവരായിരിക്കും. പക്ഷെ നിങ്ങളാരും പറയരുത് ഇത് വിധിയാണ്, ഇത് ദൈവം തന്നതാണ്, ഇങ്ങനെയാണ് ജീവിതം, ഈ പ്രശ്നമൊന്നും മാറാൻ പോകുന്നില്ല, നമ്മൾ ജീവിതകാലത്ത് ഇത് അനുഭവിച്ചേ തീരൂ. ഇങ്ങനത്തെ ഒരു തെറ്റായ ചിന്ത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും പുറത്തു വരാൻ കഴിയത്തില്ല. ഇത് എൻ്റെ ജീവിതത്തിന് ചേർന്നതല്ല, ഇതെൻ്റെ ദൈവം എനിക്ക് തന്നതല്ല, എനിക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതമുണ്ട്. സങ്കീർത്തനം 144 12 മുതൽ 15 വരെയുള്ള വാക്യം പോലത്തെ ഒരു ജീവിതമുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ കാരണം കൂടാതെ തുടരുന്ന ശാപങ്ങൾ മാറിയിരിക്കും. തുടർമാനമായി വരുന്ന ദാരിദ്ര്യത്തിൻ്റെ ദുരാത്മശക്തി പൊട്ടിയിരിക്കും. തലമുറകളെ തകർത്ത് കളയുന്ന ദുഷ്ടതലങ്ങൾ തകർന്നിരിക്കും. മതിലുകളെ ഇടിച്ചു കളയുന്ന അനുഭവങ്ങൾ മാറിയിരിക്കും. എന്നും കരച്ചിലും നിലവിളികളും കൊണ്ട് തുടരുന്ന അവസ്ഥകൾ മാറിയിരിക്കും. സ്തോത്രം സ്തോത്രം. എത്ര വിതച്ചിട്ടും എത്ര അധ്വാനിച്ചിട്ടും അതിന് ഒത്ത ഒരു പ്രോഫിറ്റ് ഇല്ലാത്ത അനുഭവം മാറിയിരിക്കും. കർത്താവ് പറയുന്നു, ഇതെല്ലാം മാറും. ആ വചനം എന്നെ ഇത് നിങ്ങൾക്ക് തരാൻ ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. ഇതൊരു സത്യമായ കാര്യമാണ്. ഈ സ്ഥിതിയിലിരിക്കുന്ന ജനം അനുഗ്രഹിക്കപ്പെട്ടതാണ്. തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നതും കളപ്പുരകൾ നിറഞ്ഞിരിക്കുന്നതും ആമേൻ, ദൈവം തന്നിരിക്കുന്ന ഉപജീവന മാർഗങ്ങൾ സമൃദ്ധമായിരിക്കുന്നതും ആമേൻ, നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും സ്തോത്രം, യുദ്ധങ്ങൾ മാറി നിൽക്കുന്നതുമായ അവസ്ഥകൾ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയാണ്.
യഹോവ ദൈവമായിരിക്കുന്ന ജനം അനുഗ്രഹിക്കപ്പെട്ടതാണ്. ആമേൻ. നിങ്ങൾ ഒരിക്കലും പറയരുത് ഇതെൻ്റെ വിധിയാണ്, എൻ്റെ കുടുംബത്തിനകത്ത് ഇത്രയും പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാൻ നിൽക്കുന്ന പിശാചിനെ പിടിച്ചു നിർത്തരുത്. ദാരിദ്ര്യത്തോടും യേശുവിൻ്റെ നാമത്തിൽ മാറാൻ പറ. കുടുംബ പ്രശ്നത്തോട് യേശുവിൻ്റെ നാമത്തിൽ മാറാം. തലമുറകളെ ഇല്ലാതാക്കി കളയുന്ന പ്രശ്നത്തെ നോക്കി പറ, യേശുവിൻ്റെ നാമത്തിൽ മാറാം. നിങ്ങൾ പറഞ്ഞു നോക്കിക്കോ, ഒരു കാർമേഘം മാറി മഞ്ഞ് ഉരുകി മാറുന്ന പോലെയും ഒരു മേഘം കാറ്റ് എടുത്തു കളയുന്നത് പോലെയും നിങ്ങളുടെ ജീവിതത്തിനകത്ത് യേശുവിൻ്റെ നാമം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ സാഹചര്യങ്ങൾ മാറിയിരിക്കും. ഞാനിത് പറയുമ്പോൾ എനിക്ക് ആത്മാവിൽ നല്ല ബോധ്യമുണ്ട്. സ്തോത്രം. ചില തെറ്റായ അറിവുകൾ നിമിത്തം കുടുംബത്തിൽ തുടരുന്ന ചില രോഗങ്ങൾ, ചില ദാരിദ്ര്യങ്ങൾ, ചില തകർച്ചകൾ മാറുകയാണ്. ചിലരുമായി സംസാരിക്കുമ്പോൾ അവരെപ്പോഴും പറയും, പാസ്റ്ററെ, പിശാച് എന്നെ തകർക്കുക, എന്നെ ഇല്ലായ്മ ചെയ്യുകയാണ്. യെസ്, പിശാച് നിന്നെ തകർക്കാനുള്ളതല്ല, പിശാചിനെ തകർക്കാനുള്ളതാണ് നീ. ദുഷ്ടൻ നിന്നെ മുടിക്കാനുള്ളതല്ല, ദുഷ്ടനെ മുടിക്കാനുള്ളതാണ് നീ. ആമേൻ, ആമേൻ. ദാരിദ്ര്യം നിന്നെ തകർക്കാനുള്ളതല്ല, ദാരിദ്ര്യത്തെ നീ തകർക്കാനുള്ളതാണ്. ഇത് ഒരു പ്രതികാരത്തിൻ്റെ നാളുകളാണ്. നിന്നെ ഇന്നലകളിൽ തകർത്ത, നിന്റെ കുടുംബത്തെ തകർത്ത ചിലതിനോട് എതിർത്ത് നിന്ന് തിരുവചനം ഇങ്ങനെ പറയുന്നു, ഒരു നാഴിക പോലും ഞങ്ങൾ അതിന് അനുവദിച്ചില്ല. ഒരു നാഴിക പോലും അതിനെ കീഴ്പ്പെട്ട് കൊടുക്കാതെ ചിലതിനോട് ശക്തിയോടെ യുദ്ധം ചെയ്യുവാൻ കർത്താവ് നിങ്ങളെ വേർതിരിക്കുകയാണ്. ഈ വചനം പോലെ തന്നെ നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ തലമുറകൾ, നിങ്ങളുടെ ഉപജീവനമാർഗം, നിങ്ങളുടെ കീഴിൽ നിൽക്കുന്നവർ എല്ലാവരും ആകാൻ പോകുന്നു. 144:12 മുതൽ 15 വരെയുള്ള വചനം യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഞങ്ങൾ അയക്കുകയാണ്, നിങ്ങളിലേക്ക് അയക്കുകയാണ്. പ്രാർത്ഥിക്കാം നമുക്ക്. യേശുവിന് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളുടെ സാഹചര്യങ്ങൾ, സ്ഥിതികളെല്ലാം അങ്ങ് മാറ്റാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിലെ ദാരിദ്ര്യങ്ങൾ, രോഗങ്ങളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ വിട്ട് മാറുവാൻ കൽപ്പിക്കും. കർത്താവെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെന്ന് വിളിക്കപ്പെടുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് സഹായിക്കണം. ദൈവം അനുഗ്രഹിച്ച ഒരു തലമുറയാക്കിയ കർത്താവ് കുടുംബത്തെ അങ്ങ് മാറ്റണം. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ തകർച്ചകളും മാറട്ടെ. കർത്താവെ, സാമ്പത്തികമായും ഭൗതികമായുമുള്ള എല്ലാ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആത്മീയമായ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ഈ വചനത്തെ ഈ മക്കൾക്ക് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി ഞെരുങ്ങി തുടരുന്നവരുണ്ട്. ഇതെൻ്റെ വിധിയാണ്, എനിക്കിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ എബ്ബേസ് തൻ്റെ അവസ്ഥയിൽ അങ്ങനെ തുടരാൻ അനുവദിച്ചില്ല. പ്രാർത്ഥിച്ച് സാഹചര്യത്തെ തിരിച്ചതുപോലെ ഈ കേൾക്കുന്ന പ്രിയപ്പെട്ട വ്യക്തി പ്രാർത്ഥിച്ച് സാഹചര്യത്തെ തിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നരകത്തിന് തുല്യമായ ചില ഭവനങ്ങൾ സ്വർഗതുല്യമാകുന്നതിനായി സ്തോത്രം. സ്തോത്രം. പിശാച് തേർവാഴ്ച നടത്തുന്ന ചില ഗദരദേശം പോലെയുള്ള സ്ഥലങ്ങൾ പർദീസ പോലെയാകുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ സ്വതന്ത്രമാക്കി പ്രാർത്ഥിക്കുന്നു. തലമുറകളായി കൈമാറി വരുന്ന ചില ശാപങ്ങൾ, തലമുറകളായി കൈമാറി വരുന്ന ചില രോഗങ്ങൾ, തലമുറകളായി കൈമാറി വരുന്ന ചില ആയുസ് പൂർത്തീകരിക്കാതെ വരുന്ന രോഗങ്ങൾ, മരണങ്ങൾ, ചെറുപ്രായത്തിൽ തന്നെ യേശുവിൻ്റെ നാമത്തിൽ പിതാവിനും ഉള്ള അതേ രോഗം, മാതാവിനുള്ള അതേ രോഗം ശരീരങ്ങളിലേക്ക് കൈമാറി വരുന്ന സ്പിരിറ്റുകൾ, യേശുവിൻ്റെ നാമത്തിൽ ഐ പ്രേക്ക് ഇൻ ദ നെയിം ഓഫ് ജീസസ്. പാരമ്പര്യ ശാപങ്ങൾ മാറട്ടെ, പാരമ്പര്യ രോഗങ്ങൾ മാറട്ടെ, ആ കെട്ടുകൾ, കെടുതികൾ അഴിഞ്ഞു പോകട്ടെ, ജനം സ്വതന്ത്രമാകട്ടെ, ജനം വിടുവിക്കപ്പെടട്ടെ. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ ഇത് സൗഖ്യത്തിൻ്റെ സമയമായി തീരട്ടെ. ആ കട്ടിലേക്ക് കിടക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്കട്ടെ. ആ കാലുകൾ ഉറയ്ക്കപ്പെടട്ടെ. ശരീരത്തിനുമേൽ നീരുകൾ വന്ന്, ശരീരത്തിനകത്ത് നീരുകൾ വന്ന് ശരീരത്തിനകത്ത് തുടരുന്ന രോഗങ്ങൾ മാറിപ്പോകട്ടെ. ചില പ്രത്യേക ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സ്തോത്രം പ്രത്യേകമായ ബലക്ഷയങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ. യഹോവ റഫ ഇപ്പോൾ ഈ ജനത്തെ എഴുന്നേൽപ്പിക്കട്ടെ. ചില സ്ഥല സംബന്ധമായ കുരുക്കൾ നിമിത്തം തുടങ്ങിയ ചില പണികൾ പൂർത്തീകരിക്കാതെ ചില ഓഹരികളുടെ വിഷയങ്ങൾ സംബന്ധമായുള്ള പ്രോബ്ലങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പരിഹരിക്കപ്പെടുന്നു. ദൈവം
ചിലത് ആമേൻ സുരക്ഷിതമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിക്കുന്നു, സൗഖ്യമാക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ മീഡിയ മിനിസ്ട്രിയെ ഓർത്ത് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ശാലോം. ഈ ശുശ്രൂഷ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി വരുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രാർത്ഥനയിലും എല്ലാ സഹകരണത്തിലും ഞങ്ങളോട് ഈ മീഡിയ മിനിസ്ട്രിയുടെ കൂടെ നിന്നു. ഞങ്ങൾക്ക് ഈ മീഡിയ മിനിസ്ട്രി മുമ്പോട്ട് കൊണ്ടുപോകാൻ ചില എക്യുപ്മെൻറ്റ്സുകൾ ആവശ്യമായി വന്നിരിക്കുന്നു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞങ്ങൾ ആവശ്യപ്പെടുന്നു.